അത് തന്നെ ആയിരിക്കും, അടുത്ത 100 കോടി തന്നെ ആയിരിക്കും. നല്ല പടമായിരുന്നു. ഒരു ഫാമിലി അണ്ടറിന്റെ ഒരു കോളേജ് ലൈഫിലെ പയ്യന്മാർക്കൊക്കെ പറ്റിയ ഒരു പടമാണ്. എല്ലാവരും നല്ലോണം അഭിനയിച്ചായിരുന്നു. പിന്നെ ഒരാള് ക്യാമിയോ എൻട്രി ഉണ്ട്, നമ്മൾ ആരും പ്രതീക്ഷിക്കൂല വരണയാണ്. സ്പോയിലർ ആക്കുന്നില്ല, പക്ഷെ അത് നല്ല എൻട്രി ആയിരുന്നു. തിയേറ്ററിൽ നല്ല റെസ്പോൺസ്. മൾട്ടി സ്റ്റാർ പടമായിരുന്നല്ലോ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഡെപ്തിലൂടെ തന്നെ എല്ലാവരും അത്യാവശ്യം പോയിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. മൊത്തം ഫുൾ പടം ബേസിൽ തന്നെയാണോ? ബേസിൽ എന്ന് പറയാൻ പറ്റില്ല. ബേസിൽ ചേട്ടൻ എന്ന് വെച്ചാൽ ചേട്ടൻ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ടോവിനോ ചേട്ടൻ ഒരു ഇമ്പാക്റ്റും കൂടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസനൊക്കെ സാർ വരുമ്പോൾ ഒരു ക്ലൈമാക്സിന് നല്ലൊരു എന്റർടൈനർ അങ്ങനെ. മൊത്തത്തില് നല്ല ഫിലിം ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു എക്സ്ട്രാ ക്യാരക്ടർ മീൻസ് നമ്മുടെ ഈ ടീനേജ് ഈ കുഞ്ഞുങ്ങളൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പെട്ടെന്നൊരു എൻട്രിയാ വന്നത്. അതില് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലാസ്റ്റ് ആയിരുന്നു ശരിക്കും, ഭയങ്കര നന്നായിട്ട് നമുക്ക് അടുത്ത 100 കോടി എന്തോ അടുത്ത 100 കോടി തൂക്കോ? തൂക്കുന്നു തോന്നുന്നു. പടം അടിപൊളിയായിരുന്നു. ആദ്യം കണ്ടു തുടങ്ങിയപ്പോ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായില്ല. പിന്നെ കണ്ടു തുടങ്ങിയപ്പോ സീൻ പടം. പിന്നെ ഒരാളുടെ ക്യാമിയോ ഉണ്ട്, ആ ക്യാമിയോന് വേണ്ടി സിനിമ വേർത്തിട്ടാണ്. തിയേറ്ററിൽ പോയി കണ്ടോക്കില്ലായിരിക്കും. പടം നൈസായിരുന്നു. ബേസിലാണെങ്കിൽ എല്ലാവർക്കും ഫാമിലി മൂവി നൈസ് പടാറുന്നു. ടൊവിനോ വില്ലൻ നൈസ് പടാറുന്നു. വിനീതേട്ടനും നൈസായിരുന്നു. എല്ലാവരും നൈസായിരുന്നു. ഫുൾ ഓൺ പവറാണോ? പിന്നെ ടോവിനോ ടോവിനോ ബേസിലും ടോവിനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് വിചാരിച്ച് പോകാതിരിക്കാൻ നല്ലത്. അതുപോലെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനോ. വിനീതേട്ടനും അടിപൊളി തന്നെ. ഒരു മരണമാസം അല്ലെങ്കിൽ വാഴ 2 പോലെ ഭയങ്കര ഹിറ്റ് ആയിരിക്കും. അത് തന്നെ ആയിരിക്കും, അടുത്ത 100 കോടി തന്നെ ആയിരിക്കും. അടിപൊളി പടം നോക്കിയ ബേസില് ടോവിനോ സീനായിരുന്നു. രണ്ടുപേരും കട്ടക്ക് നിൽക്കണ്ടോ? ഓ അടിപൊളിയാ. ഓ അടിപൊളി പടം, നൈസായി എല്ലാം കൊണ്ടും. വാഴ 2 പോലെ ഭയങ്കര ഹിറ്റ് ഓ ഹിറ്റിന്റെ അതിനപ്പുറമായിരിക്കും. കാരണം നല്ല ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സീന് വേറെ മൂഡ് പടം. ബേസിലിന്റെ അപ്പിയറൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ബേസിലെ അപ്പിയറൻസ് നല്ല വെറൈറ്റി ഉണ്ട്. ഫസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണ പടമായോണ്ട് അത് അതിൽ കാണിക്കുന്നുണ്ട്.